ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിന്ന് കൊല്ലം വരെ പോകണം. കൊല്ലത്ത് എന്താണെന്ന് വെച്ചാൽ അബേണിച്ചൊരു ഫ്രണ്ട് റഫീഖിൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അവർ ആദ്യം എത്താറായപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് സി കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു നൊസ്റ്റാൾജി അടിച്ചു ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ ഗേസ്, ഗേറ്റ് അടച്ച് കിടക്കുവാണ്. സാരമില്ല, കണ്ടല്ലോ. അങ്ങനെ എസ് സി പഠിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടുത്തെ ഹോട്ടൽ ആര്യാസി കയറി. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പം എന്തെങ്കിലും അടിച്ചില്ല, ഇനി മുന്നോട്ട് വണ്ടി ഓടുകയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇഡലിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ കൊല്ലം എത്താറായിട്ടുണ്ട്. അപ്പോൾ റഫീഖിനെ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ച് വിളിക്കുവാണ് ബേണിച്ച്. അങ്ങനെ അവർ ഓഡിറ്റോറിയം എത്താറായിട്ടുണ്ട്. ഫൈനലി നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അങ്ങനെ ചെറുക്കൻ്റെ എൻട്രിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ പോകണം. ഇതാണ് വാണ്ടൽ ചക്കൊച്ചിലെ ചക്കൊച്ചി. ഇനി അടുത്ത എൻഗേജ്മെൻറ്റ് ചക്കൊച്ചിയുടെ ആയിരിക്കട്ടെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു, അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഫുഡ് അടിയിലായിട്ട് കയറി. അടിപൊളി ബിരിയാണി ആയിരുന്നു, ബീഫ് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ഫ്രൈയും. അങ്ങനെ നമ്മൾ അവിടെ നേരെ കൊല്ലം വരെ വന്നിട്ട് കൊല്ലം ബീച്ച് കാണാതെ എങ്ങനെ പോകുമല്ലേ. അപ്പോൾ ഇസുവിനോട് കൊല്ലത്ത് ബീച്ചുണ്ട്, അപ്പോൾ ഇസുവിന് പോയേ വെക്കുള്ളൂ. പിന്നെ ആ വേണച്ചി പിള്ളേരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ 4 മണിയൊക്കെ ഇപ്പോൾ ഒരു കടിയും ചായയും കഴിക്കാമെന്നൊക്കെ എടുത്തൊരു കടയിൽ കയറി. അങ്ങനെ പിള്ളേർ കണ്ടില്ലേ കയറി നിൽക്കുന്നത്. ഇതാണ് ഇവരെ കൊണ്ട് പോയുള്ള അവസ്ഥ.